സ്ഫടികമണി നിഭം. യാഗത്തിൽ ഫലസിദ്ധി കാണുന്നു. കർമ്മങ്ങൾ തീരും മുമ്പ്, അതായത് 41 നാൾക്കകം കന്യകയ്ക്ക് വരനെ കണ്ടെത്താനാവും. അപ്പൊ നാം മുൻകൂട്ടി പറഞ്ഞ തെറ്റില്ല. യാഗം നാം ഗംഭീരാക്കി തരാം. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. എന്താണ്? യാഗത്തിന്റെ വിജയസാധ്യത അതിന് നേതൃത്വം കൊടുക്കുന്ന കർമ്മിയുടെ ദേവപ്രീതിക്ക് അനുസരിച്ചായിരിക്കും. ദേവപ്രീതി നമുക്ക് വളരെ കൂടുതലാ. അത് തിരുമേനിക്ക് നോക്കിയാ അറിയാൻ പറ്റും. നോക്കാം. എന്താ പേര്? പരശുരാമൻ നമ്പൂതിരിപ്പാട്. പാട് വേണ്ട, പരശു നമ്പൂരിന്ന് നോക്കിയാ മതി. ഓ, നക്ഷത്രം നക്ഷത്രം ഉണ്ടാ? ഉണ്ട്. വേണമെന്നില്ല. അതൊന്നും ഉണ്ടാവില്ല. തിരുമേനിക്ക് എനിക്ക് ദേവപ്രീതി അശേഷം. ഒന്നുകൂടി നോക്ക, ഒരല്പമെങ്കിലും കാണാതിരിക്കില്ല. എനിക്ക് ഒരിക്കൽ ഗണിച്ചാ മതി, തെറ്റില്ല. അങ്ങോട്ട് മാറി നിൽക്ക. ദേവപ്രീതിക്ക് വഴിപാട് എന്നാ പിന്നെ വഴിപാടായിട്ട് ഇത് പിടിക്കട്ടെ. എന്റെ ഭഗവാന്, വേറെ ആരുണ്ട്? പണ്ടി കൊട്ടാരത്തിൽ ഒരു യാഗം നടത്തിയത് മണിമല മാണിക്യം ചെറിയ കൊട്ടാരത്തിൽ ബ്രഹ്മദത്തൻ നമ്പൂരിയാ. ആള് ബഹുകേമൻ, പക്ഷെ ജീവിച്ചിരിപ്പില്ലല്ലോ. ജീവിച്ചിരിപ്പില്ല. അദ്ദേഹത്തിനൊരു മകനുണ്ട്. ഇല്ല. ഉണ്ട്. ഞാൻ ഓർക്കണോ, അന്ന് അദ്ദേഹത്തോടൊപ്പം ഇവിടെ വരാറുള്ള 8 വയസ്സുകാരൻ കുസൃതി പയ്യൻ. എന്താ അവന്റെ പേര്? എന്താ അവന്റെ പേര്? ഓർമ്മയില്ല. ഓർമ്മയുണ്ട്. ഉണ്ണികൃഷ്ണൻ. ആ, അത് തന്നെ. യാഗം പിള്ളേരുകളിയല്ല. അതിന് ഉണ്ണികൃഷ്ണൻ ഇപ്പൊ കൊച്ചുകുട്ടി ഒന്നല്ലല്ലോ. ഓരോ വർഷം കഴിയും തോറും ഓരോ വയസ്സ് കൂടെയല്ലേ എന്റെ മണ്ടൻ നമ്പൂരി. നിർത്തുക. അച്ഛന്റെ പാരമ്പര്യം ഉണ്ണിക്ക് കിട്ടാണ്ടിരിക്കോ? ചിലപ്പോ പേര് കേട്ട ഒരു പൂജാരി ആയിരിക്കും ആ കുട്ടി. നോക്കാം. കർക്കടകം, വൃശ്ചികം. ഇതിനു മേൽ മറ്റൊന്നും കാണുന്നില്ല. അത്രയ്ക്ക് കേമം. ഒന്നുകൂടി ആലോചിച്ചിട്ട്. വേണ്ട, പോകുന്നേരെ ഉടനെ ഉണ്ണിയെ കൊട്ടാരത്തിൽ എത്തിക്കണം. അമാന്തിക്കണ്ട, പുറപ്പെട്ടോളൂ. ഗൗളി ചലച്ചു. വടക്ക് കിഴക്ക്. ആളെ കണ്ടെത്താൻ ഇത്തിരി പ്രയാസപ്പെടും. അപ്പൊ പിന്നെ പോണോ? പോണം.